ഹലോ, ഇന്ന് വന്നിട്ടുള്ളത് ഇറച്ചിപ്പത്തിരീൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പം വളരെ ഈസി ആയിട്ടുള്ള ഈ ഇറച്ചിപ്പത്തിരി എങ്ങനെ തയ്യാറാക്കണമെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 വലിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. പിന്നെ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇത് അടച്ച് വെച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുക കേട്ടോ. നമ്മൾ അടച്ച് വെച്ച് വേവിക്കുമ്പം ഉള്ളി പെട്ടെന്ന് വെന്ത് കിട്ടുകയും ചെയ്യും, നന്നായിട്ട് വേവുകയും ചെയ്യും. ഇനി നമ്മൾ ഒരു ബൗളിലേക്ക് ഒരു 4 എഗ്ഗ് പൊട്ടിച്ച് വെച്ചെടുക്കുക. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടിയും ഒരു 1/4 ടീസ്പൂൺ ഉപ്പും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഈ ഒരു എഗ് മിക്സ് ആണ് നമ്മൾ മൈദൻ്റെ ഷീറ്റ് മുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മളെ എഗ് മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഉള്ളിയൊക്കെ നന്നായിട്ട് വാടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2 പച്ചമുളക് അരിഞ്ഞതും ഒരു 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടിയും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഒന്നുകൂടി ഒന്ന് അടച്ച് വെച്ചിട്ട് ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. അപ്പോൾ നന്നായിട്ട് ഉള്ളിയൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ചേർത്ത് വേവിച്ച് വെച്ച ചിക്കന്, ഒരു 3 ചിക്കനാട്ടോ എടുത്തിട്ടുള്ളത്, അത് ക്രഷ് ചെയ്തത് ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലൻ്റെ പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടിയും ചേർക്കുക. പിന്നെ കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. കറിവേപ്പിലയും മല്ലിയിലയും ഇല്ലാത്തൊരു കളി എനിക്കില്ല കേട്ടോ. അപ്പം അത് ചേർക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അടിപൊളിയായിട്ടുള്ള മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു മസാല ആണ് നമ്മൾ ഫില്ലിങ്ങിനായിട്ട് എടുക്കുന്നത്. ഇനി ഒരു പാൻ എടുക്കുക. അതിൽ നമ്മൾ കുറച്ച് നെയ്യ് തടവി കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഒരു ഷീറ്റ് ആദ്യം വെക്കുക കേട്ടോ. ഈ റെഡിമെയ്ഡായിട്ട് വാങ്ങിയതാണ് കേട്ടോ ഈ ഷീറ്റ്. എന്നിട്ട് വേറൊരു ഷീറ്റ് എടുക്കുക. അത് നമ്മൾ ഈ എഗ് മിക്സിൽ മുക്കിയിട്ട് ഇതിലേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്ന മസാലല്ലേ, അത് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇങ്ങനെ ഒരു 6 പത്തിരിയൊക്കെ ഞാൻ ചെയ്തെടുത്തിട്ടുള്ളൂ കേട്ടോ. അത്യാവശ്യം വലിപ്പമുള്ളൊരു പാനാണ്. അപ്പം അത്യാവശ്യം വലിപ്പം ഉണ്ടാവും, പക്ഷേ ഹൈറ്റ് കുറച്ച് കുറവായിരിക്കും കേട്ടോ. അപ്പം ലാസ്റ്റത്തെ ലെയർ നമ്മൾ വെക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ ഈ ഒരു മസാല വെക്കണമെന്നില്ല കേട്ടോ. അപ്പം ലാസ്റ്റ് ലെയറും കൂടി നമ്മൾ ഇതിൻ്റെ മുകളിൽ വെച്ചതിന് ശേഷം നമ്മളെ എഗ്ഗിൻ്റെ മിക്സ് ഇല്ലേ, അത് മുഴുവനായിട്ടും ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി ഇതൊന്ന് ജസ്റ്റ് ടാപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അടച്ച് വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ 5 മിനിറ്റും പിന്നെ ഒരു 10-20 മിനിറ്റ് ലോ ഫ്ലെയിമിലും വേവിച്ചെടുക്കുക. അടിപൊളിയായിട്ടുള്ള ഇറച്ചിപ്പത്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ.